ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ റാന്നിയിലാണ്. റാന്നിയിൽ ബഹുമാനപ്പെട്ട തേക്കാട്ടിൽ അച്ഛൻ്റെ അടുത്താണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ പേര് TC എബ്രഹാം. ഇപ്പോൾ 88 വയസ്സായിരിക്കുന്നു. താൻ ഒരു കോർ എപ്പിസ്കോപ്പയാണ്. പാർത്രിയാർക്കീസ് ബാബ, അതായത് സാഖ പ്രഥമനിൽ നിന്നും കോർ എപ്പിസ്കോപ്പ പദവി സ്വീകരിച്ചിട്ടുള്ള അച്ഛനാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. യാക്കോബായ സഭയുടെ വളരെ പ്രധാനപ്പെട്ട അച്ഛന്മാരിൽ ശ്രേഷ്ഠനാണ് ഈ ബഹുമാനപ്പെട്ട അച്ഛൻ. തൻ്റെ ജീവിത അനുഭവം ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് പലർക്കും അതൊരു വലിയ അനുഗ്രഹമായി തീരും. എന്താണ് ക്രിസ്തീയ പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം? തൻ്റെ ജീവിതത്തിൽ ഈ 88 വയസ്സ് കാലഘട്ടങ്ങളിൽ താൻ ചെയ്ത സേവനങ്ങളെക്കുറിച്ചും അച്ഛനൊരു സ്കൂള് ഒക്കെ നടത്തുകയും അതുമാത്രമല്ല പല ദേവാലയങ്ങൾ പണിയുവാനായിട്ട് പ്രധാനമായ പങ്ക് വഹിച്ച ഒരാളാണ്. അതുമാത്രമല്ല തങ്ങളുടെ സ്ഥലം ദേവാലയം പണിയുവാൻ വേണ്ടിയും വിട്ടുകൊടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. പൊതുവെ യാക്കോബായ സഭയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇന്ന് ഈ ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് അറിയുവാനായിട്ട് സാധിക്കും. അച്ഛ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുക. അപ്പോൾ അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പറഞ്ഞല്ലോ, തേക്കാട്ടിൽ TO ചെറിയാൻ്റെയും മറിയാമ്മയുടെയും മകനായിട്ട്, മൂത്ത മകനായിട്ട്, ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. മൂത്ത മകനായിട്ട് ജനിച്ചു 1935. എനിക്ക് ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ സെൻറ് തോമസ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു പിയൂണായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു തോമസ് ഉണ്ടായിരുന്നു, KC തോമസ്. അദ്ദേഹം ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ഇവിടെ ആരംഭിച്ചു. ആ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ പല സ്ഥലങ്ങളിൽ, ഏകാന്തമായ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഹൈസ്കൂളിൻ്റെ വരാന്തയിലും ചില വിശാലമായ ചില പാറപ്പുറത്തും അതുപോലെ റോഡ് സൈഡിലാണെങ്കിലും സ്ഥലമുള്ളിടത്തും ഒക്കെ രാത്രിയൊക്കെ ഇരുന്ന് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് ട്രാക്റ്റ് കൊടുക്കുക. ഇതൊക്കെ ചെറുപ്പകാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് വരുവാൻ ഇടയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഈ ദേവാലയം പണിയുവാൻ ഇടയായിത്തീർന്നത്. ആ ദേവാലയം പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക വൈദികർ അവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴും ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ നടത്തുകയും ചെയ്യുമ്പോഴൊക്കെ എന്നെ അത് വളരെയേറെ ആകർഷിച്ചു. അതുകൊണ്ട് മറ്റേ ജോലിക്ക് പോകാനായിട്ട് ബോംബെയിലേക്ക് ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് പല അതിൻ്റെ ഒരു ശ്രേഷ്ഠ വൈദികന് കുരീക്കൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്കതിന് പോകാൻ മനസ്സില്ല എന്നെൻ്റെ പിതാവിനോട് ഞാൻ പറയുകയും എനിക്ക് ഒരു വൈദികനായി തീരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പിതാവ് മഞ്ഞിനിക്കര അന്ന് അന്ത്യോക്യ പ്രതിനിധിയായിരുന്ന ഏലിയാസ് മാർ യൂലിയോസ് ബാവായുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടയായിട്ട് തീർന്നു. അവിടെ ബാവായ്ക്ക് ആ കാര്യം വളരെ താല്പര്യമായിരുന്നു. അവിടെ ബാവ പറഞ്ഞു അവനെ ഒരു കാര്യം ചെയ്ത് സെമിനാരിയിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ 1958 ഞാൻ സെമിനാരി പ്രവേശിച്ച് വൈദിക പഠനം ആരംഭിക്കുന്നത്. വൈദിക പഠനം ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഷമ്മാശനായി കഴിഞ്ഞതിന് ശേഷം ബാവാ തിരുമനസ്സുകൊണ്ട് എന്നെ നോർത്ത് കാനറയിൽ ഹോണവാർ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ പാത്രീസ് ബാവയുടെ സ്വന്തമായൊരു സ്ഥാപനമുണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയും അതിൻ്റെ പേര്. അതിൻ്റെ പേരിൽ ഒരു വലിയ ഫുൾ ഫ്ലഡ്ജഡ് ഒരു ഹോസ്പിറ്റലുണ്ട് ഈ 20 ഏക്കർ സ്ഥലത്ത്. അന്ന് സായിപ്പന്മാരൊക്കെയാണ് ഡോക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് അവിടെ. അങ്ങനെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ഓർഫനേജ്, 5 സ്കൂള്, അപ്പം അതുപോലെ 4-5 പള്ളികൾ, ഇതെല്ലാം ഒരു സ്ഥാപനമായിരുന്നു ഈ ഹോണവാർ മിഷൻ എന്ന് പറയുന്നത്. ആ മിഷൻ്റെ ഒരു ഒരു സെക്രട്ടറി ആയിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു 2 വർഷം. 2 വർഷം ജോലി ചെയ്തു. ആ കാലയളവിലാണ്
മുമ്പ് ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ 6 പള്ളികൾ എൻ്റെ ജീവിതകാലത്ത് നേതൃത്വം കൊടുത്ത് പണിതിട്ടുണ്ട്. ആദ്യ ഒരു പള്ളി എന്ന് പറയുന്നത് ഈ ഹോണവാറിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ കോട്ടയം, അതുപോലെ ഈ പാമ്പാടി, വൈക്കം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പോയി കുടിയേറി പാർത്ത് താമസിച്ച് കൃഷി ചെയ്തതായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരാൾ ഞങ്ങളുടെ ഈ ഹോണവാർ മിഷൻ്റെ ഓഫീസിൽ വന്ന് അവിടെ എൻ്റെ കൂടെ ഇവിടെ ഇടശ്ശേരിയിൽ എബ്രഹാം അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരാധന കണ്ടിട്ട് ഞങ്ങൾ വർഷങ്ങളായി, ഞങ്ങൾ ഭൂമിയോട് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്, യാക്കോബയ വിശ്വാസികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകണം. അവിടെ ഈ വർഷം തന്നെ ഞങ്ങളുടെ ആഗ്രഹം ഇരിക്കുന്നത് അവിടെ കർത്താനുഭവ ആഴ്ച അവിടെ ശുശ്രൂഷ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ കേട്ടിട്ട് ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും കൂടെ കൂടി അതിനാവശ്യമുള്ള ചില പള്ളിയിൽ ഉപയോഗിക്കേണ്ട പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് 10 മൈൽ കാൽനടയായിട്ട് നടന്നാണ് ഈ പറയുന്ന അത്തിയാടി എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. ഹോണവാറിൽ അത്തിയാടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവർ പറഞ്ഞു, നമുക്ക് ഈ ആഴ്ച തന്നെ കഷ്ടാനുവാഴ്ച നടത്തത്തക്കൊണ്ടുള്ളതായിരിക്കുന്ന സൗകര്യം ഉണ്ടാകണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. അവർ പെട്ടെന്ന് അവിടെയുള്ള ഈ കമ്പും കോലും എല്ലാം വെട്ടി പനയോല കൊണ്ട് മേക്കോലിയൊക്കെ ഉണ്ടാക്കി ഏതാണ്ട് ഒരു 10-30 അടി നീളത്തിലുള്ളതായിട്ടുള്ള ഒരു 15 അടി വീതിയിലുള്ള ഒരു ചെറിയ ഷെഡ് അവിടെ ഉണ്ടാക്കിയവർ. ഞങ്ങൾ ആ ഷെഡ് കുദാശ ചെയ്ത് അതിനകത്ത് ആ വർഷത്തെ കഷ്ടാനുവാഴ്ച നടത്തി അവിടെ ആ പള്ളിക്ക് വേണ്ടി ഒരു സ്ഥാപനം ഒരു ആരംഭിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കടന്നു പോയിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്യാടി എന്ന് പറയുന്നതായിരിക്കുന്ന ആ സ്ഥലം അതിഗംഭീരമായ ഒരു പട്ടണമായി തീർന്നു. ആ പള്ളി ഒന്ന് പോയി കാണേണ്ടതാണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ തറക്കല്ലിട്ടിട്ട് സ്ഥാപിച്ചിട്ട് പോകുന്ന പള്ളി അവർ പണിതും ഭയങ്കരമായിട്ടുള്ളൊരു പള്ളിയായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ നല്ല സമ്പൽ സമൃദ്ധിയുള്ളവരായി തീർന്നു. അവിടുത്തെ മെത്രാപ്പൊലീത്ത ഈ അടുത്ത കാലത്ത് ഇവിടെ വന്ന് അയിരൂർ പള്ളിയിൽ വന്നപ്പോൾ എന്നെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ മെത്രാപ്പൊലീത്തയ്ക്ക് അറിയത്തില്ല ഇതാരായി പള്ളി സ്ഥാപിച്ചെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ. അച്ഛൻ റാന്നിക്കാരൻ്റെ എൻ്റെ അറിവ് റാന്നിയിൽ നിന്ന് അച്ഛന്മാർ വന്ന് അവിടെ ആ പള്ളി സ്ഥാപിച്ചെന്നത് എൻ്റെ അറിവ്. അച്ഛൻ അവരെക്കുറിച്ച് വല്ല അറിവുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് ഞാനാണ്, ഒന്ന് എൻ്റെ മറ്റൊരു സഹോദരൻ ഒരച്ഛനാണ്, എബ്രഹാം എന്ന് പറയും. അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അച്ഛൻ ഞാൻ തിരക്ക് നടന്നില്ല നിങ്ങളെയാ ഔചാരിതമായിട്ട് കണ്ടത് ദൈവകരമാണല്ലോ എന്ന് പറഞ്ഞ് ആ തിരുമേനി പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് തരാമോ, ഞങ്ങളൊരു സോവിനിയറോ അല്ല ഇറക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് എൻ്റെ ഫോട്ടോ എടുത്ത് തിരുമേനിയെ കൊണ്ട് കൊടുത്തു. പിന്നെ തിരുമേനി അത് കൊണ്ടുപോയതാണ്. പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ തിരുമേനിയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ആദ്യകാല പ്രവർത്തനം അവിടെ ആ നോർത്ത് കാനറായിലെ ഹോണവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടത്തിയത്. അതിനുശേഷം ഞാൻ തിരിച്ചിവിടെ വന്ന് വീണ്ടും സെമിനാരി പഠനം ആരംഭിച്ച് എൻ്റെ 60-ൽ എനിക്ക് ഈ അച്ഛൻ പട്ടം കശിശപ്പട്ടം തന്നെ ഈ ഞങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ പള്ളിയിലാണ് ആദ്യമായിട്ട് വികാരിയായിട്ട് നിയമിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പല പള്ളികളിലിരുന്നു. ഒന്ന് ആദ്യമായിട്ട് ഇവിടെ ചെത്തോങ്കര സെൻറ്റ് തോമസ് യാക്കോബയ പള്ളിയുണ്ട്. അവിടെ 16 വർഷം ഞാൻ ആ പള്ളിയിൽ സേവനം ചെയ്തു. ആ പള്ളിയുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. പണമില്ലാത്ത കൃഷിക്കാരായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരൊക്കെ. ഏതാണ്ട് 60 വീട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് ഈ ആരാധനയെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും ഒരു തീക്ഷ്ണതയോ താല്പര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ വളരെയേറെ ശുശ്രൂഷിച്ച് അവരെ ഒരു വലിയ ആധ്യാത്മീയമായിട്ടുള്ള ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ഇടയായിട്ട് തീർന്നു. ആ കാലയളവിൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ കഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു സ്ഥലം അവിടെയാണ്. അവിടെ 16 വർഷം ഞാനിരുന്നു. അവിടെ എല്ലാം മലയാണ്. ആ മലകളെല്ലാം കയറുന്ന കൂട്ടത്തിൽ ഞാൻ കമന്നടിച്ച് വീണത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ 16 വർഷം അവിടെ കഷ്ടപ്പെട്ട് നടന്ന് അവരുടെ പള്ളി പുതുക്കി പണിതും അവർക്കൊരു വലിയ ആധ്യാത്മികമായ ഉണർവ് ഉണ്ടാകാൻ തക്കോണ്ടുള്ള ആധ്യാത്മിക കൂട്ടങ്ങൾ, പ്രാർത്ഥനാ കൂട്ടങ്ങൾ, സൺഡേ സ്കൂള്, അതുപോലെ വനിതാ സമാജം തുടങ്ങിയതായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ തുടങ്ങി. ഏതാണ്ട് 16 വർഷം അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും ഇതിൻ്റെ സഭയിലെ പിളർപ്പുണ്ടായി. അത് വന്നപ്പോൾ ആ ദേവാലയവും ഞാൻ ഉൾപ്പെടുന്നതായിട്ടുള്ള ആ സംവിധാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായി തീർന്നത് കൊണ്ട് ഞങ്ങളുടെ തിരുമേനി മേപ്രായിലെ കുര്യാക്കോസ് മാർ കൂറിലോസ് തിരുമേനി എൻ്റെ വീട്ടിൽ വന്ന് തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ ആ പള്ളിയിൽ തുടരുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഇങ്ങോട്ട് പോരും, ഞാൻ അച്ഛനെ വേറെ പള്ളിയിലാക്കാം എന്ന് പറഞ്ഞ് എന്നെ തിരുമേനി വിളിച്ചുകൊണ്ട് വന്നാണ് തിരുവനന്തപുരം പള്ളിയിൽ കൊണ്ടാക്കി. പള്ളി ആയില്ലെന്ന് അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കി.
തിരുവനന്തപുരത്ത് നിന്ന് ചെല്ലുമ്പോൾ അവിടെ പള്ളിയില്ല ഞങ്ങൾക്ക്. അതിന് പകരം ഞങ്ങൾ ആരാധന നടത്തുന്നത് അവിടെ പാളയം കത്തോലിക്ക പള്ളിയിലാണ്. അവിടെ അനുവാദത്തോടു കൂടി പാളയം കത്തോലിക്ക പള്ളിയിൽ രാവിലെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വന്തമായ ഒരു പള്ളി നമുക്ക് ആവശ്യമാണല്ലോ എന്ന് കരുതിയിട്ട് അതിനുള്ള അന്വേഷണം നടത്തി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ കോൺഗ്രിഗേഷനിൽ വലിയ വലിയ ആളുകൾ, ബാബു പോൾ IAS, അദ്ദേഹം പലയിടത്ത് കളക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഡീൻ ഒരു നൈനാൻ സാർ, CA നൈനാൻ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായിരിക്കുന്ന അനേക ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം നേതൃത്വത്തിലും സഹായത്തിലും അവിടെ ആ സെക്രട്ടറിനോട് ചേർന്ന് അസംബ്ലി ഹാളിൻ്റെ വാതിക്കൽ 24 സെൻറ്റ് സ്ഥലം മേടിക്കാനിടയായി. അങ്ങനെ 24 സെൻറ്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു. അവിടെ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി അവിടെ രാവിലെ തിരുമേനി വന്ന് അത് ശുദ്ധീകരണം നടത്തി പ്രാർത്ഥിച്ച് അവിടെ ആരാധന ആരംഭിച്ചു. ഏതാണ്ട് 8 വർഷം കൊണ്ടാണ് ആ പള്ളിയുടെ പണി പൂർത്തിയാക്കുന്നത്. ആ കാലയളവിലൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി, പ്രധാനമായിട്ടും ഞാനിവിടെ ആദ്യം പോയി അവിടെയൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ അവരാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലായിടത്തും പോവുകയും പണം സമാഹരിക്കുകയും ഒക്കെ ചെയ്ത് ഈ 8 വർഷം കൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. മനോഹരമായൊരു പള്ളി ഇപ്പോഴും കാണാം. 2 നിലയിലുള്ളൊരു പള്ളിയാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഓഡിറ്റോറിയം, മോളി പള്ളിയായിട്ട് ഒരു ദേവാലയം അവിടെ സ്ഥാപിച്ചു. ആ ദേവാലയത്തിൻ്റെ കുദാശയാണ് 1982 സാക്കാ പ്രഥമൻ പാതിസ്വാഭ തിരുമനസ്സുകൊണ്ട് അവിടെ എത്തിയാണ് അതിൻ്റെ കുദാശ നിർവഹിച്ചത്. ആ അവസരത്തിൽ ബാബ കുദാശയെല്ലാം കഴിഞ്ഞ് പോയി തിരിച്ചു എറണാകുളത്തിന് പോയി. അപ്പോൾ ആ പള്ളിക്കാരെല്ലാം കൂടി ആലോചിച്ചു, അച്ഛൻ ഈ 14 വർഷം ഇവിടെ കഷ്ടപ്പെട്ട് ഈ പള്ളിയൊക്കെ പണിക്കുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ ബഹുമാനാർത്ഥം ഞങ്ങൾ ബാബാ തിരുമേനിയോട് പറയാൻ പോവുകയാണ്, അച്ഛനെ ഒരു കോറപ്പിസ്കോപ്പ സ്ഥാനം തന്ന് അച്ഛനെ ബഹുമാനിക്കണം എന്ന് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, പ്രായമുള്ള വൈദ്യർക്കൊക്കെ ഇത് കൊടുക്കേണ്ടത്, അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. പിന്നെ ബാബു പോളിൻ്റെ ലെറ്റർ എനിക്ക് കിട്ടി. ബഹുമാനപ്പെട്ട അച്ഛനെ ഇത് തിരസ്കരിക്കരുത്, എത്രയോ അച്ഛന്മാർ ഈ സ്ഥാനം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ അന്ത്യോക്യയിൽ പോയാൽ ഇതൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ സ്ഥാനം പരിശുദ്ധ പിതാവ് തരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനത് നിരാകരിക്കരുത്, അച്ഛനത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ബാബു പോൾ സാറിൻ്റെ എഴുത്ത് കിട്ടി. അതിനുശേഷം ഞാൻ ഇവിടുത്തെ നമ്മുടെ പത്രാപുരത്ത കുര്യാക്കോസ് കൂറിലോസ് തിരുമേനിയുമായിട്ട് ആലോചിച്ച് ആ കാര്യം ഞാൻ സമ്മതിച്ചു. തൃപ്പൂണിത്തറ നടമേൽ പള്ളിയിൽ വെച്ചാണ്. എൻ്റെ കൂടെ വേറെ 5 പേര് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 6 പേർക്ക് കോർപ്പസ് സ്ഥാനം നൽകി. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഇടയായിട്ട് തീർന്നത്. പിന്നീട് അവിടെ നിന്ന് പത്രാപുരത്ത തിരുമേനി എന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഉടനെ തന്നെ ആൾക്കാരെല്ലാം കൂടി പോയി വലിയ ബഹളം ഉണ്ടാക്കി. മേപ്പറായി തിരുവല്ലായിരം അച്ഛൻ പള്ളി പണിയിച്ച് കുദാശ കഴിഞ്ഞതല്ല ഉള്ളൂ, ഇനി അച്ഛനെ ഉടനെ മാറ്റരുത്, കുറച്ചാളുകൂടെ അച്ഛൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും തിരുമേനിയോട് പറഞ്ഞ് തിരുമേനി അത് അനുവദിച്ചു. വീണ്ടും 5 വർഷം കൊണ്ട് കൂടെ ഞാൻ ഇവിടെ ഇരുന്നു. കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ 88 ഇങ്ങോട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓമല്ലൂരേക്ക്. ഓമല്ലൂർ വന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛന് തിരുവനന്തപുരത്ത് 2 നില പള്ളി വെച്ചില്ലേ, അപ്പോൾ ഇവിടെ ഒരു പള്ളി വെക്കണം, ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, ഈ കണ്ടത്തിൻ്റെ കരയാണ്, അതുകൊണ്ട് ഇവിടെ ഒരു പള്ളി വെക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അവിടെ 15 വർഷം ആ ഓമല്ലൂർ പള്ളിയിൽ സേവനം ചെയ്തു. അവിടെ അതുപോലെ തന്നെ അവർ പറഞ്ഞ 2 നില വേണമെന്ന്, ഇപ്പം അവർ 3 നിലയുടെ ഒരു പള്ളി വേണം. താഴെ ഓഡിറ്റോറിയമാണ് കഴിഞ്ഞപ്പോൾ അതിന് ബാൽക്കണി വേണം. അതുകൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ മുകളിൽ വരുമ്പോൾ 3-ാം നിലയിലായി പോകും പള്ളി. അതിനിപ്പോഴും അവിടെ റാമ്പുണ്ട്, ഒരു സൈഡിൽ കൂടെ, മറ്റു സൈഡിൽ സ്റ്റെപ്പുണ്ട്, ഇപ്പോഴ് ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിക്ക് മുകളിൽ ഏത് പ്രായമുള്ളവർക്കും കയറത്തക്കവണ്ണമുള്ളതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയ ഒരു പള്ളി പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് തിരുമനസ്സുള്ള വേറെ പള്ളിയിലേക്കൊക്കെ മാറ്റി. ഇങ്ങനെ വാഴമുട്ടം, അതുപോലെ മെഴുവേലി, അതുപോലെ അനേക സ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെ ആയിട്ട് ഇരുന്ന അവസാനം പിന്നെ അയിരൂർ സെൻറ്റ് ഇഗ്നാത്യൂസ് പള്ളി, വെള്ളിയറ പള്ളി, ഇങ്ങനെയുള്ള വള്ളിക്കോട് കോട്ടയം, ഇങ്ങനെയുള്ള പല പള്ളികളിലായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ സ്ഥലം മാറി മാറി പോയി സേവനം ചെയ്യുന്നു. പിന്നെ ലാസ്റ്റിലാണ് ഇവിടെ വന്നത്. ഇവിടെ ചെത്തോങ്കര വീണ്ടും ഞാൻ നേരത്തെ 16 വർഷം ഇരുന്ന പള്ളിയിടയ്ക്കടുത്ത് വേറൊരു കൊച്ചു പള്ളി ഞാൻ പണിതിട്ടുണ്ട്. അത് ഞാൻ ഏകനായി നിന്നുകൊണ്ട് അവിടെ ആ പള്ളി പണിതാണ്. മറ്റാരും സഹായിക്കാനായിട്ടില്ലായിരുന്നു. 1-2 വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അവരുടെ സഹായം പര്യാപ്തമല്ലായിരുന്നെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ ജീവിതകാലത്ത് സേവനകാലത്ത് ഒരു 5-6 പള്ളികൾ പൂർത്തിയാക്കാനും അത് കുദാശ ചെയ്ത് ആരാധന നടത്താനായിട്ടൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തിരുവല്ലയിലെ മേപ്രായിലെ കൂറിലോസ് തിരുമേനി കാലം ചെയ്തപ്പോഴും അദ്ദേഹം ഈ തുമ്പവൺ, കൊല്ലം, നിരണം 3 മദ്രാസങ്ങളിലെ മെത്രാപ്പൊലീത്തയാണ്. ആ മെത്രാപ്പൊലീത്ത കാലം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇത് ഭരിക്കാനും മറ്റ് മെത്രാപ്പൊലീത്ത ആയിട്ടില്ലത്. അതിന് അവിടെ പൊതുയോഗം കൂടി എന്നെ ഈ 3 മദ്രാസത്തിൻ്റെ സെക്രട്ടറിയായിട്ട് എന്നെ അവർ നിയോഗിച്ചു. അങ്ങനെ 3 മദ്രാസത്തിൻ്റെ സെക്രട്ടറിയായിട്ട് ഞാൻ 3 വർഷം അടൂർ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ അവിടെ ഈ സഭയുടെ ചുമതലകളൊക്കെ നിർവഹിക്കാനും ശുശ്രൂഷ ചെയ്യാനായിട്ടൊക്കെ എനിക്കുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് അനേക സ്ഥലങ്ങളിൽ ഞാൻ പള്ളികൾ പോവുകയും അതുപോലെ ഇന്നെനിക്ക് കൂടുതൽ സമയം പ്രസംഗിക്കാനും മറ്റും പറ്റുകയില്ല. അന്ന് സുവിശേഷ പ്രസംഗം, കൺവെൻഷൻ പ്രസംഗത്തിനൊക്കെ പോകുമായിരുന്നു. അതുപോലെ ജീവകാരുണ്യപരമായിട്ടുള്ള അനേക പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ വന്നിപ്പോൾ പെൻഷനായി കഴിഞ്ഞു. അതിനുശേഷവും ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഞാൻ 1911 പെൻഷനാകുന്നു. 11 പെൻഷനാകുമ്പോൾ 6000 രൂപയുള്ളൂ എനിക്ക് ശമ്പളം. 2011 പെൻഷനാകുമ്പോൾ എൻ്റെ ശമ്പളം 6000 രൂപയാണ്. അപ്പോൾ കുറഞ്ഞ ശമ്പളം മാത്രമേ ഞങ്ങളുടെ സഭയിലുള്ളൂ. ഇപ്പോഴും അങ്ങനെ വലിയ ശമ്പളമൊന്നുമില്ല. 15,000 രൂപ, 20,000 രൂപ കൂടുതൽ ശമ്പളം ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ കുറഞ്ഞ ശമ്പളത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച് തന്നെയായിരുന്നു. അതൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ഒന്നിനും കുറവില്ല, എനിക്ക് കുറവില്ലാത്തവനാക്കി തീർത്ത് എന്നെ വഴി നടത്തി. അതിലെല്ലാം ഒരു സഹനത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളതായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ആ കാലഘട്ടങ്ങളിലൊക്കെയും സേവനം ചെയ്തു. അതുപോലെ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ ഷാജി എബ്രഹാം. അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തി ഇവിടെ ഞങ്ങൾ മുൻവശത്ത് കടയുണ്ട്. അത് അവിടെ ഒരു കട നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു മകളാണ്. മകളെ ഇവിടെ അക്കരെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് പുതുപ്പറമ്പിൽ വീട്ടിൽ ബിജു എന്ന് പറയുന്ന ആൾ കല്യാണം ചെയ്തു. അവൾക്ക് 2 മക്കളുണ്ട്. പിള്ളേരൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. വെളിയിലൊക്കെ ജോലിയിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ മകന് ഇപ്പോഴും അമേരിക്കയിലാണ്. അവനവൻ്റെ ഭാര്യയും അമേരിക്കയിലാണ്. അവന് 2 മക്കളുണ്ട്. ഭാര്യ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റേ കൊച്ചുമോൻ എന്നാണ് വിളിക്കുന്ന സ്റ്റീവൻ എബ്രഹാം എന്ന് പറയും. അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മക്കളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ കഴിയുന്നിടത്തോളം ഒക്കെ സ്വന്തം കയ്യിൽ തന്നെ അനേകർക്ക് ഞാൻ സംഭാവനകളൊക്കെ നൽകി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിവിടെ YMCA, അതുപോലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ മറ്റ് അനേക സംഘടനകളുണ്ടായിരുന്നു. ഈ സംഘടനകളുടെയൊക്കെയും ഒരു പ്രവർത്തനമായിട്ട് നിന്നുകൊണ്ട് അതിൽ കൂടി ധനം ശേഖരിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനൊക്കെയും ശ്രമിച്ചിട്ടുണ്ട് പരമാവധി കഴിവനുസരിച്ച്. ഞാൻ വലിയ സമ്പന്നനല്ലായിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പണമൊന്നും കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജീവകാരുണ്യപരമായി ഇന്ന് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാവം സാധുക്കളെ സഹായിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ചില ഓർഫനേജിലൊക്കെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാനും പ്രാർത്ഥിക്കാനും സന്ദർശിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പോയി സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇറ്റപ്പാലം തന്നെ ടൗണിൽ തന്നെ ഞാൻ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഓണത്തിൻ്റെ അവധിക്കൊക്കെ. അതൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അച്ഛൻ ഈ സുവിശേഷ പ്രവർത്തനം ചെയ്തിപ്പോൾ എത്ര വർഷമായി? അച്ഛൻ്റെ മുഴുവൻ സർവീസ് സമയം എത്ര വർഷം സുവിശേഷ വേലയ്ക്കായിട്ടൊരു പ്രത്യേക സമയം മാത്രം മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വൈദികനായി തീർന്നതിന് ശേഷം മുതൽ തന്നെ ഇങ്ങനെ ഭാഗികമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമയം മാറ്റി വെച്ചിട്ട് സുവിശേഷ കാര്യങ്ങളിൽ മാത്രമല്ല പ്രവർത്തിച്ചത്. എൻ്റെ വൈദിക സേവനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്ഥലമോ സമയമോ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ദൈവം അച്ഛന് വേണ്ടി പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരുടെയും വിടുതലും ഒക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും 1-2 കാര്യങ്ങൾ അച്ഛന് പറയാൻ സാധിക്കുമോ? ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തിയ 1-2 കാര്യങ്ങൾ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വൈദികനായതിനു ശേഷമാണ്
അല്ല, അതിന് മുമ്പ് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ ലേബർ വീക്ക് ഉണ്ടായിരുന്നു. ഈ ലേബർ വീക്കിന് ഈ മണ്ണ് വാരി കൊട്ടയത്തല വെച്ച് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു ആഴ്ചയുടെ അവസാനത്തിൽ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ നല്ല ആരോഗ്യമുള്ള അവസ്ഥയാണ്. അവസരത്തിൽ 2 കൊട്ട മണ്ണ് എൻ്റെ തലയിൽ പിടിച്ചു വെച്ച് തരുമായിരുന്നു ഇവിടെ എല്ലാം കൂടി. അത് ഞാൻ ചുമന്ന് കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തിലും. അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരു അവസരത്തിലാണ് എനിക്ക് ഒരു വയറ്റുവേദന ഉണ്ടായി. വയറ്റുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് വലിയ ചികിത്സാ സൗകര്യമൊന്നുമില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ പിന്നെ മാതാപിതാക്കന്മാർ അവിടെ കൊണ്ടാക്കി. ഞാൻ അവിടെ ഒരാഴ്ച കിടന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഡോക്ടർമാർ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. വന്ന് നോക്കിയപ്പോൾ അവർ ഡോക്ടർമാർ പറഞ്ഞു അപ്പൻഡിസൈറ്റ്സ്, ഇതങ്ങ് പഴുത്തുപോയി, ഇത് വളരെ അപകടകരമായ ഒരു നിലയിലാണ്, ഇവിടെ ഇതിന് ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ അപ്പന്മാർ ഇരിക്കുന്ന അനിയൻ, പിന്നെ എൻ്റെ ഫാദറും എൻ്റെ ഫാദറും അവർ ജ്യേഷ്ഠനും അനിയനുമാണ്. അവർക്ക് 2 പേർക്കൊന്ന് വള്ളം ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി എന്നെ വള്ളത്തേൽ കസേരയിൽ എടുത്ത് വെച്ചിട്ട് ഊന്നിയാണ് കലിശ്ശേരിയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ടാക്സി പിടിച്ച് തിരുവല്ലാലെ സാഹിബിൻ്റെ ആശുപത്രിയിൽ മെഡിക്കൽ മിഷനിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നാക്കി എന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്ത് ഒരു 28 ദിവസം ഞാൻ അവിടെ കിടന്നു. അതിനുശേഷം സുഖമായിട്ടാണ് തിരിച്ചു വന്നത്. അത്ഭുതകരമായ ഒരു വിടുതലായിരുന്നു ദൈവം എനിക്ക് തന്നത്. ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ഇത്രമാത്രം ഒരു അപ്പൻഡിസൈറ്റ്സ് അബ്സസ്സായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുന്ന കാര്യം പ്രയാസമാണ്, ദൈവം രക്ഷപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. അതാണ് ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം പിന്നെ എനിക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ 2017 ഞാൻ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ബാത്റൂമിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പം സ്ലിപ്പ് ചെയ്ത് ഞാൻ വീണു. ബാത്റൂമിനകത്ത് വീണ് ഞാൻ എൻ്റെ ഇടതുവശത്തെ ഈ ഹിപ്പിൻ്റെ ബോൾ ഫ്രാക്ചറായിപ്പോയി. അതിന് പെട്ടെന്ന് തന്നെ ഇവിടെ കോഴഞ്ചേരിയിൽ മുത്തൂറ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം എനിക്ക് അധികം കുർബാന ചൊല്ലാനോ പള്ളിയിൽ പോയി ശുശ്രൂഷ ചെയ്യാനൊന്നും അധികം സാധിച്ചിട്ടില്ലെങ്കിലും പോകുമായിരുന്നു. അത് അത്ഭുതകരമായ നിലയിൽ ദൈവം എന്നെ അവിടെ നിന്ന് വിടർത്തി. അങ്ങനെ എനിക്കൊരു അത്ഭുതം ചെയ്തു. പിന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശാരീരികമായിട്ടും അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചത് മാറും. പിന്നെ എനിക്ക് മുട്ടുവേദനയാണ് തുടർച്ചയായിട്ടുണ്ടായത്. ഈ മുട്ടുവേദന തുടങ്ങിയിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായി. പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് അവർ പറഞ്ഞു ഇത് തേയ്മാനമാണ്, അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, പിന്നെ മുട്ട് മാറ്റി വെക്കണോ, അല്ല അതിപ്പോൾ പ്രായമായി കഴിഞ്ഞ ശേഷം വിജയിക്കുമോ ഇല്ലയോ എന്നറിയാൻ പറ്റില്ല. അവർ അച്ഛൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു, ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനതുകൊണ്ട് ഈ വടിയുടെ സഹായത്തോടു കൂടി വീടിനകത്തൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യും. കാറിൽ കയറി അവിടത്തും പോകും, പള്ളിയിൽ ചെന്നാൽ അവിടെ ഇറങ്ങും, ആരെങ്കിലും കൈക്ക് പിടിക്കും, വണ്ടി അവിടെ പള്ളിക്കകത്ത് കയറിയിരിക്കും. ഇങ്ങനെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഞങ്ങളുടെ ഇവിടെ ഈ മഞ്ഞിനിക്കര തീർത്ഥാടന കേന്ദ്രമുണ്ടല്ലോ, അത് വളരെ ലോകപ്രസിദ്ധമായ കാൽനട തീർത്ഥയാത്രയാണ്. കാൽനടയായിട്ട് വരുന്ന ഒരു പുണ്യസ്ഥലം മഞ്ഞിനിക്കര പോലെ വേറെ എങ്ങുമില്ല. അത് വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് വരും. അപ്പോൾ ഞാൻ ആ കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരിക്കലും 2 പ്രാവശ്യമൊക്കെ അവിടെ കമ്മിറ്റി കൂട്ടുമ്പോഴും തിരുമേനി വിളിച്ച് പറയും കമ്മിറ്റി ഉണ്ട് വരണമെന്ന് പറയും. ഞാനിവിടെ ഇപ്പോഴും ബുക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലും പോയിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മഞ്ഞിനിക്കര ദേറായിലെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയും ആഭിമുഖ്യത്തിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരായിരുന്ന ആൾക്കാർക്കൊക്കെ വസ്ത്രം കൊടുക്കുന്നുണ്ട്, അരി കൊടുക്കുന്നുണ്ട്, അതുപോലെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിൽ മഞ്ഞിനിക്കര ദേറായിൽ നിന്ന് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പള്ളിയിലൊക്കെ ആയിരുന്ന കാലങ്ങളിലൊക്കെ അവിടെ ചില ഈ ധനശേഖരണമൊക്കെ നടത്തി പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയൊക്കെ വിപുലമായ തോതിൽ അല്ലെങ്കിൽ തന്നെ പള്ളിയിലായിരുന്ന കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അച്ഛന് പൊതുവെ ഈ വിശ്വാസ സമൂഹത്തോടെ എന്താണ് ഒരു സന്ദേശം പറയാനുള്ള? അച്ഛൻ്റെ ഇത്രയും നാളത്തെ ഈ വൈദിക ജീവിതത്തിൽ ദൈവം ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ ദേവാലയം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു, അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട് അച്ഛൻ എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഞാനൊന്നും പറഞ്ഞില്ല, ഇവിടെ റാന്നിയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ലായിരുന്നു, നഴ്സറി ആൻഡ് പ്രൈമറി. അതില്ലായിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ ഏതാണ്ട് 15 വർഷം ഞാൻ ഇവിടെയുള്ള കോളേജിൽ പഠിപ്പിക്കുന്ന ഈ ചില ടീച്ചേഴ്സ്, സണ്ണി സാറ്, പ്രൊഫസർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സഹായത്തോടു കൂടി ആ സ്കൂൾ അവിടെ ആരംഭിച്ചു. ആ സ്കൂൾ അവിടെ ആരംഭിച്ച് അന്ന് തുച്ഛമായ തുക മാത്രമേ പിള്ളേർക്ക് ഫീസുള്ളൂ, 25 രൂപ. കുട്ടികളെ ഒരു 100 കുട്ടികളിൽ കൂടുതൽ കാണത്തില്ല.
അങ്ങനെ അവിടെ ആ ഹാളിനകത്ത് 15 വർഷം ഞാൻ ഈ ശിശുശ്രൂഷ നടത്തി. അത് വലിയൊരു സഹായമായി പോയി. കാരണം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ലായിരുന്ന കാലത്ത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നഴ്സറി ആൻഡ് പ്രൈമറി കൊടുക്കാനായിട്ട് ഈ നാടിന് സഹായിച്ചത് വളരെ സഹായമായി പോയി. അന്ന് അനേക പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് പഠിക്കാൻ വരും. പണമുള്ളവരുടെ പിള്ളേരുമുണ്ട്. തീരെ പാവപ്പെട്ടവരായിരിക്കുന്ന ആൾക്കാരുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. വെച്ചാൽ ഇതിന്ന് മോളെ കൊണ്ടുവന്ന അല്ലെങ്കിൽ മോനെ കൊണ്ടുവന്ന് നഴ്സറി ചേർത്താൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അവരോടൊക്കെയും പൈസ വാങ്ങിക്കാതെ ഫീസ് മേടിക്കാതൊക്കെയാണ് പലപ്പോഴും പല കുട്ടികളെയും പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും മറ്റും സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സഹായധനം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീട് വെക്കുമ്പോഴും അതുപോലെ വീട് മാറി താമസിക്കുമ്പോഴും അങ്ങനെ അവരുടെ ഓരോ ആവശ്യങ്ങളിലൊക്കെയും ഈ സ്കൂളിൻ്റേതായിട്ടുള്ള വരുമാനത്തിൽ നിന്ന്, തുച്ഛമായ വരുമാനത്തിൽ നിന്നൊരു ഭാഗം ഞാനെടുത്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ടൊരു ഫുൾ ടൈം പോകുന്നില്ലെങ്കിലും സുവിശേഷകരായിട്ട് ഇവിടെ ധാരാളം ആളുകൾ വരും. അവരെ ആരെയും ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ കഴിവനുസരിച്ച് അവർക്ക് സഹായധനങ്ങളൊക്കെയും ചെയ്ത് അവരെയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ YMCAയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ അനേക വർഷങ്ങളിരുന്നു, ആദ്യകാലം മുതൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് അതുവരെ പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടും രക്ഷാധികാരിയായിട്ടും ഒക്കെ ഇരുന്ന് ഇപ്പോഴും അതിൻ്റെ ഒരു സജീവ പ്രവർത്തനമാണ് ഈ YMCAയുടെ. അതിൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഹായധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സഭയുടെ ഇതനുസരിച്ച് ഒരു ഭദ്രാസനത്തിലും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഹായധനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സ്കീമുണ്ടായിരുന്നു. അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിവനുസരിച്ച് ദൈവം തന്നിരിക്കുന്ന കഴിവനുസരിച്ചൊക്കെയും ജീവകാരുണ്യ പ്രവർത്തനം അതുപോലെ സഹായധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം അനുവാദം തന്നിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസ സമൂഹത്തോട് അച്ഛന് കൊടുക്കാനൊരു സന്ദേശം എന്താണ് ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ ഉള്ളിൽ? വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള എനിക്കിപ്പോൾ വളരെ നിരാശയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ ഈ വ്യവഹാരങ്ങൾ, കേസ്, വഴക്ക്, അതുപോലെ അനേക പള്ളികൾ, വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ എൻ്റെ അറിവിൽ ഉള്ളിടത്തോളം ഒരു 60 പള്ളികളോടും ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളതായ പള്ളികൾ ഇപ്പോൾ മറുഭാഗത്തിൻ്റെ കയ്യിലായി. കാരണം ഒരു കോടതി വിധിയോ സുപ്രീം കോടതിയിലെ ഒരു വിധി അനുസരിച്ച് അവർക്ക് അനുകൂലമായി വന്നതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അവരൊക്കെയും ആ പള്ളികൾ പ്രവേശിക്കുക. അത് മറുകക്ഷികളുടെ അംഗങ്ങളെന്ന് പറയുന്നത് എങ്ങനെയോ 2-3 വീട്ടുകാർ മാത്രമായിട്ടുള്ളൂ. ബാക്കിയുള്ള ചിലപ്പോൾ 10,000 വീട്ടുകാരുള്ള പള്ളികളിലൊക്കെ ഭൂരിപക്ഷം ആൾക്കാരും പാത്രികീസ് വിഭാഗത്തിലുള്ളവരാണ്. അങ്ങനെ അവരുടെ പള്ളികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അവരതിന് പകരമായിട്ട് വേറെ ചാപ്പൽ വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ഈ പറയേണ്ടതായ സംഘടനവും പള്ളിപിടുത്തവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോഴും കേസും നടക്കുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യം എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ആരെയും ഹൃദയം വേദനിപ്പിക്കാനായിട്ടെങ്ങും പോയിട്ടില്ല. മറ്റുള്ളവരോട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് പോകുന്നില്ലെന്നേ ഉള്ളൂ. ഓർത്തഡോക്സ് പള്ളികളിലായിരുന്നാലും അവിടെയൊക്കെ പോയി വല്ല ശവസംസ്കാരത്തിനോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിനൊക്കെ പോയി ഞാൻ സഹകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും വളരെ സ്നേഹത്തോടു കൂടിയാണ് അവിടെയുള്ള വൈദികരായിരുന്നാലും അവിടുത്തെ ചില തിരുമേനിമാരുണ്ട്, അവരോടൊക്കെയും വളരെയേറെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ഇടപെടുന്നതും പെരുമാറുന്നതൊക്കെ. അവർക്ക് ആർക്കും വ്യക്തിപരമായ നിലയിൽ എന്നോട് യാതൊരു വിരോധവും ആർക്കും ഇല്ല. ആരെയും നിലയിലാണ് ഞാൻ എൻ്റെ സമുദായ കാര്യങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അത് ഏത് സഭയിലായിരുന്നാലും, ഈ ഞങ്ങളുടെ കേസ് കൊടുത്ത ഭാഗത്ത് നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയിലായിരുന്നാലും, മാർത്തോമാ സഭയിലായിരുന്നാലും, ബന്ദിക്കോസ് സഭയിലായിരുന്നാലും എവിടെയും ഞാൻ എത്തിപ്പിടിക്കാവുന്നിടത്തൊക്കെ പോവുകയോ അവിടെ അവരുടെ ഭരണ വീട്ടിലോ അതുപോലെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിലൊക്കെ പോയി സഹകരിക്കുകയും ചെയ്തതായ രീതിയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സഭയിലെ ഈ കേസ്, ഈ വ്യവഹാരങ്ങൾ എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ എൻ്റെ ദൈവവിളി അനുസരിച്ച് എൻ്റെ വിശ്വാസം ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനൊന്നും ഭംഗം വരാത്തവണ്ണം എന്നെ വിളിച്ചാക്കിയിരിക്കുന്ന ആ സ്ഥാനത്തെ വിശ്വസ്തയോടുകൂടി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടും വിദ്വേഷമില്ല. ഈ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വ്യക്തിപരമായ നിലയിലും ഒന്നും ആരോടും യാതൊരു വിദ്വേഷമില്ല, വിരോധമില്ല, അവർക്കും എന്നോടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും ഞാൻ കാരണം അങ്ങനെ ഒരു അടിപിടി കേസിലോ വ്യവഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ളിടത്തോ ഒന്നും ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഞാനൊരു സമാധാനപ്രിയനായിട്ട് ജീവിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധമൊന്നുമില്ല. എവിടെയും കയറി ചെല്ലാം,
എല്ലാവർക്കും സ്വാഗതമുണ്ട്, എല്ലാവരും എന്നെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അന്ത്യകാലത്തോളം ഒരു പ്രശ്നത്തിനിടയിൽ പോയി ഒരു പ്രയാസം ഉണ്ടാക്കാതെ സമാധാനപരമായ ഒരു അന്തരീക്ഷവും ഒരു അവസാനത്തോടുകൂടി കഴിയണമെന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഈ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛന് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്നിരുന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, അത് പൊതുജനം അറിയേണ്ട കാര്യങ്ങളാണ് എന്ന് അച്ഛൻ ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പൊതുജനം അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പേരെന്താ? സാജു തോമസ്. സാജു തോമസിൻ്റെ പ്രസ്ഥാനം പോലെ അനേക പ്രസ്ഥാനങ്ങൾ പലർക്കും ഉണ്ട്. ഇവിടെ തോമസ് കുട്ടി പാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ പിതാക്കന്മാരുടെ നാട്ടുകാരനാണ്. റാന്നിയിൽ അദ്ദേഹം ഒരു സുവിശേഷകനായിട്ട് ഇവിടെ വന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം അതൊക്കെ പിടിച്ചു നിന്ന് ഒന്നുമില്ലാത്തതിനായി ഇവിടെ വന്നു. അദ്ദേഹം ഇപ്പം ഇവിടെ നല്ല മനോഹരമായ കെട്ടിടം ഉണ്ടാക്കി. അദ്ദേഹത്തിന് കാറുണ്ട്, ബൈക്കുണ്ട്, ഈ ഉള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അതുപോലെയുള്ള സുവിശേഷ പ്രവർത്തകനാണ്. ഓടിയെത്താവുന്നിടത്തൊക്കെയും ചെന്ന് ഓടിയെത്തുകയും സഹകരിക്കേണ്ട എല്ലായിടത്തും സഹകരിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ വരും. ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം ഇപ്പം തന്നെ ഈ സ്കൂൾ തുറക്കുന്ന കാലയളവിൽ പിള്ളേർക്ക് വിദ്യാഭ്യാസ കിറ്റ് കൊടുക്കാൻ 1000 കിറ്റ് കൊടുക്കുന്നതിന് ഇവിടെ ആയിരുന്നു വന്ന് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും മറ്റും ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് എന്നോട് ആലോചിച്ചിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഓരോരുത്തരായിരിക്കുന്നതായ ആ സഭ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും അനേക ആത്മാക്കളെ നേടിയെടുക്കാനും ഒക്കെയും ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വളരെയേറെ ആഗ്രഹിക്കുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അച്ഛൻ പറയുന്നത് നമ്മൾ ഏത് സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നു അതല്ല, നമ്മൾ ആ സഭയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലേ? തീർച്ചയായിട്ടും ആരെയും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകരുത്, പ്രയാസപ്പെടുത്താൻ പോകരുത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ചെയ്യണം. നമ്മുടെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുക, അതിനോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേല ചെയ്യണം. അത് മാത്രമല്ല, ഈ അക്രമം അതുപോലെ കേസ് വ്യവഹാരങ്ങൾ ഇതൊന്നും ഒരു ദൈവികമായ കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അല്ല, അത് ദൈവികമായിട്ടുള്ള കാര്യമല്ല. ഒരു കർണത്തടിക്കുന്നവൻ്റെ ഒരു കർണത്തടിച്ചാൽ മറുകർണം കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുകയും ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത കർത്താവിൻ്റെ അനുഗമിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. അതാണ് പാച്ചൻ പറയുന്നത്, അല്ലേ? ഒഴിഞ്ഞു നിൽക്കണം. അതുപോലെ തന്നെ കൂടിയാലോചന വഴിയായിട്ട് ആരുടെയും സ്റ്റാൻഡിന് ഒരു കുറവ് വരാതിരിക്കത്തക്കവണ്ണം കൂടി ആലോചിക്കുന്നതല്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ പക്ഷത്ത് ഉള്ളതായിരിക്കുന്ന ഈ സഭാ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതിന് അവർ കൂടിയിരുന്ന് മെത്രാപ്പോലീത്തന്മാർ കൂടിയിരുന്നും കൊണ്ട് യോജിക്കാവുന്ന നിലയിലൊക്കെ യോജിക്കുക, അംഗീകരിക്കേണ്ടതൊക്കെ അംഗീകരിക്കുക. ആ നിലയിൽ പ്രയാസമില്ലാതെ രണ്ടായിട്ട് നിൽക്കുകയോ ഒന്നായിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെയും അടിപിടിയും വഴക്കും കേസും വ്യവഹാരവും ഒന്നും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണമുള്ളതായ സാഹചര്യത്തിൽ പരസ്പരം സഹകരിച്ചു പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഇത്രയും സമയം അച്ഛനോട് വിവിധ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം 88 വയസ്സുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ദേവാലയങ്ങൾ അദ്ദേഹം പണിതു, സ്കൂളുകളുടെ ചുമതലയിലിരുന്നു, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. ഈ റാന്നിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ഈ 30 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ടൊന്നും അച്ഛൻ്റെ ജീവചരിത്രമൊന്നും നമുക്ക് കൂടുതൽ പകർത്താനായിട്ട് സാധ്യമല്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അച്ഛനുമായിട്ട് സംസാരിച്ചത്. എന്തായിരുന്നാലും ഇത്രയും സമയം അച്ഛൻ ഈ വിഷയത്തെക്കുറിച്ച് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വളരെ അവിചാരിതമായിട്ടാണെങ്കിലും നിൻ്റെ മകനുമായിട്ട് കൂടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയും സേവനത്തെയും ഓർത്ത് സംസാരിക്കാനും ഒക്കെ സാധിച്ചതിനെ ഓർത്ത് സ്തോത്രം.
നടിൻ്റെയും ജീവചരിത്രങ്ങൾ, അനുഭവങ്ങൾ ഒക്കെയും പങ്കിടാനായി സാധിച്ചതായ ഈ അസുലഭമായിരിക്കുന്ന സന്ദർഭത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയും സഭാപരമായി ഞങ്ങളെയൊക്കെയും ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് വിശ്വസ്തയോടെ പ്രവർത്തിപ്പാനും തക്കവണ്ണം ആവശ്യമായ കൃപയും ശക്തിയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരും നീ ഒരുക്കണമേ. ഇന്ന് എവിടെ നോക്കിയാലും രാഷ്ട്രീയമായും സാമുദായികമായും സഭാപരമായിട്ടും എല്ലാ അന്തഛിദ്രങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഉപരിയായി കർത്താവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുവാനും അവൻ്റെ വരവിന് വേണ്ടി എതിരേൽക്കുവാനും ഒരുങ്ങുവാനും തക്കവണ്ണം ആവശ്യമായ കൃപ എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളെല്ലാവരും ഒന്നാകുന്നു എന്നുള്ളതായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നതിന് ഇനിയുള്ള കാലയളവിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിയൊരുവനായി സ്തോത്രം, മാനവമഹത്വം എല്ലാം അവിടെ നിന്ന് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.